മനസ്സിന് രണ്ട് വാതിലുകളാണ് ഉള്ളത്. അതിൽ എപ്പോഴും ഒരു വാതിൽ തുറന്നു കിടക്കുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ വാതിൽ തുറക്കാൻ സാധിക്കുന്നില്ല. മനസ്സിന്റെ ആ രണ്ടാമത്തെ വാതിൽ തുറക്കാനുള്ള ഒരു താക്കോലാണ് യോഗ എന്ന് ഏറ്റവും ലളിതമായിട്ട് പറയാം. രണ്ടാമത്തെ വാതിൽ തുറക്കുമ്പോൾ ഉള്ള അനുഭവം എന്താണ്? ആദ്യം ഒന്നാമത്തെ വാതിൽ തുറന്നു കിടക്കുകയാണ്. നാം എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിന്റെ ഒന്നാമത്തെ വാതിൽ. എന്തൊക്കെ അനുഭവങ്ങളാണ്? നമുക്ക് സന്തോഷത്തിന്റെ ഏത് വഴിയിൽ പോയി കഴിഞ്ഞാലും നമുക്ക് സന്തോഷമുണ്ടാകുന്നില്ല. ദുഃഖത്തെ മറികടക്കാനുള്ള ഏത് വഴികളിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ആ ദുഃഖത്തെ മറികടക്കാൻ കഴിയുന്നില്ല. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് സ്വസ്ഥത കിട്ടുന്നില്ല. സ്വസ്ഥതയ്ക്കും സുഖത്തിനും വേണ്ടിയിട്ടുള്ള ഏത് ഉപായങ്ങൾ നേടിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിന് തൃപ്തി കിട്ടുന്നില്ല. എപ്പോഴും അസ്വസ്ഥതയും സമാധാനക്കേടും മാത്രമാണ് ഉണ്ടാകുന്നത്. ഇതാണ് ഒന്നാമത്തെ വാതിൽ നിന്ന് നമുക്ക് തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫലങ്ങൾ. അത് നാം ജീവിതത്തിൽ ഉടനീളം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കഷ്ടപ്പാടുകൾ തന്നെയാണ്. എന്നാൽ ഇതിന് വിപരീതമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കുന്നു. സ്വസ്ഥത, സമാധാനം, ശാന്തി, പൂർണ്ണമായിട്ടുള്ള ഒരു സന്തോഷം. ഈ കെട്ടുപാടുകളിൽ നിന്നൊക്കെ ഒന്ന് മോചനം നേടണം നാം ആഗ്രഹിക്കുന്നുണ്ട്. അത് രണ്ടാമത്തെ വാതിൽ തുറക്കുമ്പോൾ മാത്രം ലഭിക്കുന്ന കാര്യം മാത്രമാണ്. അപ്പോൾ ആ രണ്ടാമത്തെ വാതിൽ തുറക്കാൻ യോഗ സഹായിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രണ്ടാമത്തെ വാതിൽ എന്ന് പറയുന്നത് നാം സൃഷ്ടിക്കുന്നതല്ല. അത് മനസ്സിന്റെ തന്നെ സ്വഭാവമാണ്. രണ്ട് വാതിൽ മനസ്സിന് എപ്പോഴുമുണ്ട്. പക്ഷെ എപ്പോഴും തുറന്നിട്ടിരിക്കുന്ന ഒരു വാതിൽ മാത്രമാണ്. അപ്പോൾ മനസ്സിന്റെ തന്നെ രണ്ടാമത്തെ നേരത്തെ തന്നെയുള്ള ആ വാതിൽ തുറക്കാനാണ് നമ്മളെ യോഗ സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടും, പൂർണ്ണമായിട്ടുള്ള സ്വസ്ഥത കിട്ടും, എല്ലാ തരത്തിലുള്ള ശാന്തിയും നമുക്ക് അവിടെ അനുഭവിക്കാൻ കഴിയുന്നു. ആ